ഇപ്പോൾ 3 പേർ ചികിത്സയിലുണ്ട് എന്നാണ് മഞ്ഞളാംകുഴി അലി പറഞ്ഞത്. അവിടെ നിന്നുള്ള ആളുകൾ നൽകുന്ന വിവരമാണ്. ആശുപത്രിയിൽ മറ്റെന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? അതായത് 7ാമത്തെ ആളെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടു എന്നുള്ളത് തന്നെയാണ് രതീഷ്. 7 പേരാണ് ആകെ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അറിയുന്നത്. എല്ലാവരും 20 മുതൽ അതിൽ താഴെയൊക്കെ പ്രായമുള്ളവരാണ്, വിദ്യാർത്ഥികളാണ്, ആ മേഖലയിൽ തന്നെ ഉള്ളവരാണ് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വിവരം അറിഞ്ഞ് പ്രദേശവാസികളൊക്കെ ഇപ്പോൾ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രാഥമിക വിവരങ്ങൾ കൂടി ക്രോഡീകരിക്കേണ്ടതുണ്ട്, അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാവേണ്ടതുണ്ട്. പ്രാഥമികമായി നമ്മൾ അറിയുന്നത് ഈ കുരങ്ങൻചോല വ്യൂ പോയിന്റിലേക്ക് വൈകുന്നേരം 5 മണിയോടുകൂടി എത്തിയവരാണ്. 6 പേരെ ആദ്യഘട്ടത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അതിൽ 2 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. പിന്നീട് 2 പേരുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നു. ബാക്കി 3 പേര് ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് എന്നുള്ളതാണ്. റഹീസ് 20 വയസ്സുള്ള റഹീസ്, 19 വയസ്സുള്ള ഫഹദ്, 18 വയസ്സുള്ള ബഹാസ്, 18 വയസ്സുള്ള സിയാദ്, അങ്ങനെ 4 പേരുടെ മരണമാണ് നിലവിൽ നമ്മൾക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതർ ഉൾപ്പെടെ ഒരു പ്രദേശവാസികൾ ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രതികരണം കൂടി നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടുതൽ, ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലാണ് ഇനി വ്യക്തമാകേണ്ടത്. അത്തരത്തിലുള്ള പ്രാദേശികമായ ഒരു വ്യൂ പോയിന്റ് ആണ് പന്തല്ലൂർ മല, അങ്ങ് വെള്ളില എന്ന് പറയുന്ന മങ്കട മണ്ഡലത്തിലെ ഉള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ വൈകിട്ട് 5 മണിയോടുകൂടി ദാരുണമായ സംഭവം ഉണ്ടായത്. 4 ജീവനുകൾ നഷ്ടമായി എന്ന അതിദാരുണമായ റിപ്പോർട്ട് കൂടിയാണ് ഈ മണിക്കൂറിൽ ഉണ്ടാകുന്നത്. 3 പേര് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് മഞ്ചേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആശുപത്രിയിലുള്ളവരുടെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്, നാട്ടുകാരുടെ പ്രതികരണങ്ങൾ അറിയേണ്ടതുണ്ട്. നേരത്തെ മഞ്ഞളാംകുഴി അലിയാണ് സംസാരിച്ചത്. അദ്ദേഹമാണ് 3 പേർ, ഒരാളെ കാണാനില്ല, അതിനുവേണ്ടി ആ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു എന്ന വിവരം പ്രാഥമികമായി വന്നെങ്കിൽ 3 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരം നേരത്തെ സ്ഥിരീകരിച്ചത്. ആ വിവരമാണ് ഇപ്പോൾ അരുൺ അമർനാഥും ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിക്കുന്നത്. മലപ്പുറം മങ്കടയിലാണ് ഇടിമിന്നലേറ്റ് 4 പേർ മരിച്ചവരെല്ലാം ഏകദേശം 20 വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥികളാണ്. 3 പേരെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ മരിച്ച 4 പേരും ചികിത്സയിൽ കഴിയുന്ന 3 പേരും ഉള്ളത്. മങ്കടയിൽ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ വച്ചാണ് ഈ ഇടിമിന്നലേറ്റുള്ള അപകടം. സമീപത്ത് തന്നെ ഉള്ള വിദ്യാർത്ഥികളാണ്, സമീപത്ത് താമസിക്കുന്ന വീടുകളിലെ കുട്ടികളാണ് എന്നതാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അരുൺ അമർനാഥാണ് വിവരങ്ങളുമായി തുടരുന്നത്. അരുൺ, എപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം പുറം ലോകം അറിയുന്നത്? മാത്രമല്ല, ഈ അപകടത്തിന് ശേഷം പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ഉണ്ടായോ, അതോ പിന്നീടാണോ എല്ലാവരും അറിഞ്ഞത്? മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അത് മേഖലയിലുള്ളവർ തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. അധികം വൈകാതെ തന്നെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തന്നെ ബോധരഹിതമായ അവസ്ഥയിൽ തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അവരെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ് അവിടെ ഉണ്ടായിരുന്നവർ സംയോജിതമായി ചെയ്തത്. അപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇവിടെ എത്തിയ ശേഷമാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത്. 2 പേരുടെ മരണം ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ചു. പിന്നീട് 2 പേരുടെ മരണങ്ങൾ കൂടി സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. 2 പേർ ചികിത്സയിൽ തുടരുന്നു. 3 പേരാണ് ആകെ ചികിത്സയിൽ തുടരുന്നത്. ഒരാളെ കൂടി ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ 3 പേർ ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ്. പ്രദേശവാസികൾ ഒക്കെ തന്നെയാണ് ഇങ്ങോട്ടേക്ക്, നാട്ടുകാരൊക്കെ തന്നെയാണ് ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. കൂടുതൽ ഇവരെ കുടുംബ ബന്ധുക്കളൊക്കെ തന്നെ വിവരമറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാവേണ്ടത് കൂടി ഉണ്ട് രതീഷ്. മിന്നലേറ്റ് മരണം സംഭവിച്ചിരിക്കുന്നു. 4 പേരാണ് മരിച്ചത്. മങ്കടയ്ക്ക് സമീപമാണ് ഈ അപകടമുണ്ടായത്. ഇടിമിന്നലേറ്റാണ് വൈകിട്ട് ഈ വലിയ ദുരന്തമുണ്ടായത്. 3 പേർ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, ഇപ്പോൾ മഞ്ഞളാംകുഴി അലിയുമായി സംസാരിക്കുമ്പോഴും അവിടെ നേരത്തെ ഇത്തരം അപകടങ്ങളുടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നില്ല. അങ്ങനെ ഒരു സംഭവം നേരത്തെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുമില്ല. സാധാരണ ഒരുപാട് പേർ എത്തുന്ന സ്ഥലമാണോ, ജനവാസ മേഖലയാണോ, നിരവധി വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ്? ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്ത് അങ്ങനെ വീടുകളൊന്നും കാണുന്നില്ല. സാധാരണ എപ്പോഴും ആളുകൾ എത്തുന്ന സ്ഥലമാണോ? രതീഷ്, ഇപ്പോൾ പ്രദേശവാസി എന്റെ കൂടെ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. ടെലിഫോൺ ലൈനിൽ അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? എങ്ങനെയുള്ളൊരു മേഖലയാണത്? ഏകദേശം 5:30 ആയപ്പോഴാണ് ഈ സംഭവം ഞങ്ങൾ കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ തുറസായ സ്ഥലമാണ്. അതൊരു ചെറിയ വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വ്യൂ പോയിന്റ് കാണാനായിട്ട് വന്ന് ഇരുന്നാണ് ഇവര്. മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അത് കാണാനായിട്ട് വന്നിരുന്നതാണ്. ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അത് പ്രാദേശികമായി തന്നെ ഇവിടെ ഇങ്ങനെ ആളുകൾ വരുന്ന ഒരു മേഖലയാണല്ലോ? അതെ. ആളുകൾ എപ്പോഴും വരാറുള്ള ഒരു ഏരിയ ആണ്. എങ്ങനെയാണ് നാട്ടുകാർ ഇത് കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിക്കുക? 2 പേരെ ആംബുലൻസിലപ്പോൾ തന്നെ കൊണ്ടുവന്നു. ബാക്കി 2 ആളുകളെ വെച്ചിട്ട് ജീപ്പിൽ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നു. ഇവിടെ എത്തിയതിനു ശേഷമാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഇവിടെ എത്തിയതിനു ശേഷമാണ്.
വളരെ വലിയ രീതിയിലൊക്കെ ആളുകൾ ഇങ്ങനെ വരുന്ന സ്ഥലമാണ്. അതെ അതെ, അതൊരു വ്യൂ പോയിന്റ് പോലെ ആളുകൾ കയറുന്നതാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് സ്ഥലം, പക്ഷേ ആളുകൾ അങ്ങനെ വരുന്ന സ്ഥലമാണത്. എല്ലാ 20 വയസ്സിന് താഴെയുള്ളവരാണെന്നാണ് പറയുന്നത്. എല്ലാം പ്രദേശവാസികൾ തന്നെയാണ് അവിടെ ഉള്ളവർ. 3 കിലോമീറ്ററുള്ള ആളുകളാണ് മൊത്തം. ആ മേഖലയിലുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ പ്രദേശവാസികളൊക്കെ തന്നെ ഇപ്പോൾ നമ്മളോട് പങ്കുവെക്കുന്നവരും. തുറസായ ഒരു സ്ഥലമാണ്. സായാഹ്നങ്ങൾ ചിലവഴിക്കാനൊക്കെയുള്ള സമയമായി ആളുകളൊക്കെ വന്നിരിക്കാത്ത സ്ഥലമാണ്. അപ്രതീക്ഷിതമായി തന്നെയാണ്. അപ്പോൾ കുറച്ചു ദിവസമായി പതിവായി തന്നെ വൈകുന്നേരങ്ങളിൽ മഴയുണ്ട്. പക്ഷേ കാലാവസ്ഥാ മാറ്റവും ഇതൊക്കെ തന്നെ അപ്രതീക്ഷിതമായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇങ്ങനെ മഴയുണ്ടാകുന്നു, ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്നു. പല മേഖലകളിലായി തന്നെ ഈ മഴയുണ്ടാകുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യമായിരുന്നു. അത് വേദന ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഈ 3 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ തന്നെയുള്ള വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ഈ മണിക്കൂർ നമുക്ക് ലഭിക്കുന്ന വിവരം. 3 പേർ കൂടി ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലും തുടരുകയാണ് രതീഷ്. റഹീസ് 20 വയസ്സാണ് പ്രായം, ഫഹദ് 19 വയസ്സാണ് പ്രായം, ബഹാസ് 18 വയസ്സാണ്, സിയാദിനും 18 വയസ്സാണ്. 18 വയസ്സുള്ള രണ്ടുപേരും 19 വയസ്സുള്ള ഫഹദും 20 വയസ്സുള്ള റഹീസുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഒരേ പ്രായമുള്ള വിദ്യാർത്ഥികളാണ്, സമീപത്ത് താമസിക്കുന്നവരാണ്. 4 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. റഹീസ് 20 വയസ്സ്, ഫഹദ് 19 വയസ്സ്, ബഹാസ് 18 വയസ്സ്, സിയാദ് 18 വയസ്സാണ്. 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളയാളാണ് നേരത്തെ അരുൺ അമൃതാഥുമായി സംസാരിച്ചതും. കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ വെച്ചാണ് വൈകിട്ട് അപകടമുണ്ടായത്. സംസ്ഥാനത്ത് പലയിടത്തും വേനൽ മഴയുണ്ട്. അതിനിടയിലാണ് ഇടിമിന്നലേറ്റ് ഒരു വലിയ ദുരന്തം, ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. പ്രദേശവാസികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരാൾ താഴേക്ക് വീണോ എന്ന സംശയമുണ്ട്. ഒരാളെ കണ്ടെത്താൻ വേണ്ടി അവിടെ തിരച്ചിൽ നടത്തുന്നു എന്ന നിലയിൽ ആദ്യം വാർത്ത വന്നിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇനി വരേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നതാണ്. അതിൽ ആശുപത്രിയിൽ എത്തിച്ചവരിൽ 4 പേർ മരിച്ചു. 3 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്.